ഹായ് എവ്രി വൺ, വെൽക്കം ടു സോ ഈസി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് എഡ്ജ് ഫിനിഷിംഗ് പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ തയ്ക്കുന്ന ഷർട്ട്സ് അല്ലെങ്കിൽ സ്കേർട്ട്സ് എന്ത് തന്നെയാണെങ്കിലും, നാപ്കിൻസ്, അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ എല്ലാം എഡ്ജ് ഫിനിഷിംഗ് അഥവാ ഹെം മനോഹരമായി ഒട്ടും എഫേർട്ടില്ലാതെ ഈസിയായി ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ഫുട്ടാണ്, അതായത് റോൾ ഹെം ഫുട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇനി നിങ്ങളുടെ എഡ്ജസ് കേർവ്ഡ് ആണെങ്കിൽ ശരി, സ്ട്രെയിറ്റ് ആണെങ്കിലും അതെ, ഈ ഫുട്ട് ഉപയോഗിച്ച് മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് ഫുട്ടിനെ പരിചയപ്പെടാം. പലതരത്തിലുള്ള റോൾ ഹെം ഫുട്ടാണ് ഈ കാണുന്നതൊക്കെ. ഈ മൂന്നെണ്ണം സ്ക്രൂ ടൈപ്പാണ്. സ്ക്രൂ വെച്ച് ഡയറക്റ്റായിട്ട് മെഷീനിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് രണ്ടെണ്ണം എനിക്ക് തയ്യൽ മെഷീൻ്റെ കൂടെ, സിംഗറിൻ്റെ മെഷീൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ താഴ്വശം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതെന്ത് യൂസിനാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് അതിൻ്റെ ഗ്രൂ കാണില്ലേ, ആ ഗ്രൂ ആണ് നിശ്ചയിക്കുന്നത് അത് എത്ര അളവിലാണ് തുണി മടക്കി തയ്ക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഇത് ഭയങ്കര നേരിതായിട്ട് മടക്കി തയ്ക്കാനുള്ളതാണ്. ഇത് ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് പീക്കോ അഡ്ജസ്റ്റ് ചെയ്യാനാണ്, അതായത് ഉരുട്ടി തയ്ക്കുന്നത്. ഇതിൻ്റെ നോക്കാം. ഇതിൻ്റെ വിട്ട് കണ്ടില്ലേ, കുറച്ചും കൂടി ഉണ്ട്, മറ്റതുപോലെയല്ല. അപ്പോൾ ഈ അളവിൽ, ഈ വിട്ടിൽ തന്നെ ഇതിൻ്റെ മെഷീൻ്റെ ഫുട്ടിൻ്റെ താഴെയുള്ള ഈ വിട്ടിൻ്റെ അളവിൽ നമുക്ക് തുണി മടക്കി തയ്ക്കാൻ പറ്റും. അപ്പോൾ മടക്കി തയ്ക്കുമ്പോഴേക്കും നമുക്ക് ആ അളവിൽ തുണി ഈ ഫുട്ടിൻ്റെ അടിയിൽ കൂടെ ഈസി ആയിട്ട് പുറത്തേക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ക്രൂ ടൈപ്പാണ്. ഈ കാണുന്നത് സ്നാപ്പ് ഓൺ അറ്റാച്ച്മെൻ്റ് ആണ്. ഇതിൻ്റെ താഴെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ആ വിട്ട് ആ അളവിൽ അത് തുണി മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഫുട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിലാണ്. ഓൺലൈനിൽ ഇതിൻ്റെ സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. കുറേ ഫുട്ടുകളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫുട്ടാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് പീക്കോ ഫുട്ടാണ്, അതായത് ബീഡിങ് ഫുട്ട് എന്ന് നമ്മൾ പറയണത്. പക്ഷേ ഇതെല്ലാം റോൾ ഹെം തന്നെയാണ്, എല്ലാം എഡ്ജ് ഫിനിഷ് ചെയ്യാനുള്ള ഫുട്ട് തന്നെയാണ്. പക്ഷേ ഈ ഫുട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് പീക്കോ ഫുട്ട് എന്നാണ്. ഇതും സ്ക്രൂ ടൈപ്പാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് മെഷീനിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് സ്ക്രൂ ടൈപ്പ് ഫുട്ടും ഇതെല്ലാം റോൾ ഹെം ഫുട്ട് തന്നെയാണ്. എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതെന്ന് ഫ്രണ്ടിലുള്ള ഫണലാണ്, ഫണൽ ഭാഗം. ഈ ഭാഗത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇനി സ്നാപ്പ് ഓൺ, ഇത് പീക്കോ ഫുട്ടല്ലേ. ഓക്കെ, ഇനി സ്നാപ്പ് ഓൺ ഫുട്ടാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് തയ്യൽ മെഷീനിൽ അറ്റാച്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് നമ്മൾ തുണി മടക്കി തയ്ക്കാൻ, അതായത് ആ വിട്ടിൽ മടക്കി തയ്ക്കാൻ പറ്റും. ഇതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അടുത്ത ഇതിൽ കാണാം. അത് നോക്കാം. ഈ ഫുട്ടെല്ലാം ഞാൻ ഒരു സെറ്റായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്, ഓൺലൈനിൽ വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ സെറ്റായിട്ട് വാങ്ങിക്കാം. അതാണ് കൂടുതൽ ലാഭം വാങ്ങിക്കാൻ. ഓരോ ഫുഡായിട്ട് വാങ്ങുന്നതിനെക്കാട്ടിയും നല്ലത് ഒരു സെറ്റായിട്ട്, അത് പല ഫുഡും, അപ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് വാങ്ങാനായിട്ട്. ഇനി അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് നോക്കാം. ഈ ഒരു മെഷീൻ്റെ ഫ്രണ്ടിലുള്ള പ്രഷർ ഫുട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ റോഡ് കാണാം. അതിലേക്ക് നമ്മുടെ മെഷീൻ്റെ പ്രഷർ ഫുട്ടിൻ്റെ ലിവർ താഴ്ത്തി കൊടുക്കുക. ജസ്റ്റ് അങ്ങനെ താഴ്ത്തിയാൽ തന്നെ അത് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ പരിപാടി. ഇനി സാധാരണ സ്ക്രൂ ടൈപ്പ് ആണ് ഫുട്ടുള്ളത് എങ്കിൽ, അപ്പോൾ നമ്മൾ ഈ കണക്ടർ, ഇതാണ് കണക്ടർ, ഇതും ആ സെറ്റിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫുട്ടും മാറ്റാനും അഴിക്കാനും അറ്റാച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സാധാരണ മെഷീൻ്റെ കൂടെ വന്നിട്ടുള്ള ഫുട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷർ ഫുട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് ഇതങ്ങനെ വെച്ച് കൊടുക്കുക, സ്ക്രൂ വെച്ച് അറ്റാച്ച് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി തയ്യൽ മെഷീൻ്റെ സെറ്റപ്പിനെ പറ്റി പറയാം. സ്ട്രെയിറ്റ് സ്റ്റിച്ച് സെലക്ട് ചെയ്യുക. നീഡിൽ പൊസിഷനാണിത്.
ഞാൻ ലെഫ്റ്റ് തുടങ്ങി മിഡിൽ പൊസിഷൻ ഏത് വേണമെങ്കിലും നമുക്കാവാം, പക്ഷേ റൈറ്റ് സൈഡിലാക്കരുത്. ഓക്കെ, ഈ ഒരു മെഷീനിൽ മാത്രമേ ഈ നീഡിൽ പൊസിഷൻ, ഇങ്ങനത്തെ ഈ ടൈപ്പ് മെഷീനിൽ മാത്രമേ നീഡിൽ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാ മെഷീനിൽ അത് പറ്റില്ല. പക്ഷേ ഈ ഫുട്ട് ഉപയോഗിച്ച് സാധാ മെഷീനിൽ തയ്ക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, എല്ലാ മെഷീനിലെ പോലെ തന്നെ. ഇതാണ് നമ്മളുടെ ഈ സ്നാപ്പ് ഓൺ ഫുട്ടാണ് നമ്മൾ ഇന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ. നമുക്കറിയാമല്ലോ, ഈ വിട്ടിൽ തുണി നമുക്ക് മടക്കി വെക്കണം. ഫ്രണ്ടിലുള്ള ഈ ഗ്രൂവിലേക്കാണ് നമ്മൾ ഫണൽ പോലുള്ള ഭാഗമല്ലേ, ഫണലിലേക്ക് നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഡിഫറൻസിലുള്ള ലെങ്ത്തില്ലേ, ആ ലെങ്ത്തിലാണ് ക്ലോത്ത് നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക. മടക്കി വെക്കേണ്ടത് ഈ കാണുന്ന ഗ്രൂവിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ മടക്കണം നോക്കാം. ഏകദേശം ആ വിഡ്ത്തിൽ, ആ താഴെയുള്ള വിഡ്ത്തിൻ്റെ സൈസിൽ തന്നെ ക്ലോത്ത് ഒരു ടേൺ എടുക്കുക. ഇനി ഒരു ടേണും കൂടി വെച്ച് മടക്കി പിൻ ചെയ്യാം. പിൻ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിൻ ചെയ്തിട്ട് ഈ ക്ലോത്ത് നേരെ ഫുട്ടിൻ്റെ താഴെ വെച്ച് കൊടുക്കണം. ജസ്റ്റ് ആ നീഡിലിൻ്റെ താഴെ ആവണം ക്ലോത്തിൻ്റെ ആദ്യത്തെ ഭാഗം. അങ്ങനെ വെച്ചിട്ട് വയ്ക്കാം. പ്രസ്സർ ഫുട്ട് താഴ്ത്തിയിട്ട് ഇനി നോർമൽ 2-3 സ്റ്റിച്ച് വെറുതെ തയ്ച്ചു കൊടുക്കുക. 2-3 സ്റ്റിച്ച് ഏകദേശം ഒരു 1/2 ഇഞ്ചോളം അളവിൽ തയ്ച്ചു കൊടുക്കുക. 1, 2. അപ്പോൾ തയ്യലെല്ലാം കറക്റ്റായിട്ട് വീഴണമെങ്കിൽ നമുക്ക് പിന്നെ മാറ്റാം. 3. അങ്ങനെ കുറച്ച് തയ്ച്ചെടുക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഡിൽ പൊക്കുക, പ്രസ്സർ ഫുട്ടും പൊക്കുക. ഇനി ക്ലോത്ത് പതുക്കെ വലിച്ചെടുക്കുക. നമ്മളത്തേക്ക് വലിച്ചു കൊണ്ടിടാം. പതുക്കെ ശ്രദ്ധിച്ച്. ഇനി ആ നൂലിൽ കൂടെ കുറേ നൂലുകൾ വരും കൂടെ. അപ്പോൾ അതിനെല്ലാം പിടിച്ച് റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചിട്ട് തുണീനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതായിട്ടുണ്ട്. ആ ഹോൾഡ് വെച്ചിട്ട് നമുക്ക് ആ തുണി മടങ്ങിയ ഭാഗം ആ ഫണൽ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ തുണിയുടെ എഡ്ജ് ആ ഗ്രൂവിൻ്റെ മുകളിൽ ഇരിക്കുന്ന വിധത്തിൽ വേണം ചെയ്യാൻ. പിന്നെ തുണി എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട്, ആ ഭാഗത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം തയ്ക്കാൻ. കാരണം ഈ ഭാഗത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നോർമൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയെല്ലാം വെരി ഈസിയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി. ഫോൾഡ് ചെയ്യണത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക. ആ നോച്ചിലേക്ക് കറക്റ്റായിട്ട് വീഴുന്ന വിധത്തിൽ അതായത് തുണിയുടെ മടങ്ങേണ്ട ഭാഗം വീഴുന്ന വിധത്തിൽ തയ്ച്ച് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ചു കൊടുക്കുക. മടക്കേണ്ടത് കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ്ഡ് ഹെം വരുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റഡ് ആയിട്ട് കിട്ടും. ഇനി അഥവാ കുറേതാണെങ്കിലോ അത് മടങ്ങാതെ വരികയും ചെയ്യും. അപ്പോൾ ഈ കറക്റ്റ് അളവിൽ തന്നെ മടക്കി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. ബാക്കിയെല്ലാം ഫുട്ട് ചെയ്തോളും. നമ്മൾ ഈ ഭാഗം കറക്റ്റായിട്ട് ആ ഒരു ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിരൽ വെച്ചിട്ട് ഞാനത് ഒരു ഫണൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറ്റി വിടുക. സ്ലോ ആയിട്ട് തയ്ച്ച് ഫിനിഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടും നമുക്ക്. ഈ ഫുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വലിയ ഹെംസൊക്കെ സ്കേർട്ടിൻ്റെയോ അങ്ങനത്തെ വലിയ സർക്കിൾ സ്കേർട്ടൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്ര ഫിനിഷിങ്ങോടെ ചെയ്യാൻ പറ്റും, ഒരു എഫേർട്ടും ഇല്ലാതെ കുറഞ്ഞ സമയത്തിൽ. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കും നിങ്ങൾക്ക്. ഈ ഫുട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് സ്കിൽ ആവശ്യമുണ്ടെങ്കിലും 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതോടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കൂടുതൽ ഇതാണ് കുറവ് അളവിൽ ഫോൾഡ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള പ്രോബ്ലം. ഇതാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ള മിസ്റ്റേക്ക്. അതാണ് ഞാനിത് എടുത്ത് കാണിച്ചത്. അപ്പോൾ ഈ ഫുട്ട് ഉപയോഗിച്ച് റോൾ ഹെം ഫുട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയെല്ലാം നല്ല ഫിനിഷിങ്ങോട് ഇവിടെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കി. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.